ഇന്ന് നിങ്ങളിൽ കുറച്ച് പേര് ഒരുപാട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് അക്കൗണ്ടന്റ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ചോദിച്ചേക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അക്കൗണ്ടന്റ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ആൻസേഴ്സും, അതായത് കൂടുതലും ചോദിച്ചേക്കാവുന്ന ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ആൻസേഴ്സുമാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് വൈ ഡു വി ഡു അക്കൗണ്ടിങ്. ഇപ്പോൾ ഒരു ഫേമിൽ എന്തിനാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്? അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു അക്കൗണ്ടൻ്റ് ആയും പോകുന്ന നിങ്ങൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തിനാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്? നമ്മളുടെ ബിസിനസ്സിൻ്റെ ആസ്തികളും ബാധ്യതകളും അതേപോലെ തന്നെ എന്താണ് ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയണം. എന്നാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അക്കൗണ്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട്, നമ്മൾക്ക് എന്തെല്ലാം ആസ്തികളാണുള്ളത്, നമുക്ക് എന്തെല്ലാം ബാധ്യതകളാണുള്ളത്, നമുക്ക് എന്തൊക്കെ ഇൻകംസ് ആണുള്ളത്, ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അക്കൗണ്ടിങ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് എപ്പോഴും ചോദിച്ചേക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് 3 ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ട്സ്. ഏതൊക്കെയാണ് 3 പ്രധാന അക്കൗണ്ട്സുകൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ ഗോൾഡൻ റൂള് എന്താണ്? അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ഉള്ളത് നോക്കാം. അപ്പോൾ 3 തരത്തിലുള്ള അക്കൗണ്ട്സ് ഉണ്ട്. പേഴ്സണൽ ഉണ്ട്, റിയൽ ഉണ്ട്, നോമിനൽ ഉണ്ട്. എന്താണ് ഈ പേഴ്സണൽ അക്കൗണ്ട് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പേഴ്സൺസിനെയും കമ്പനീസിനെയും റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പേഴ്സണൽ അക്കൗണ്ട്. ഇപ്പം നമ്മുടെ രാം, ബജാജ് അല്ലെങ്കിൽ ദാസ് ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമ്മളത് എന്താണ് പേഴ്സണൽ അക്കൗണ്ട് ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. നെക്സ്റ്റ് പറഞ്ഞാൽ റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അസറ്റ്സുകളെ സംബന്ധിക്കുന്നതാണ്. മെഷീനറി ഒരു അസറ്റാണ്, ഫർണിച്ചർ ഒരു അസറ്റാണ്, ക്യാഷ് ഒരു അസറ്റാണ്. തേർഡ് വൺ എന്താണ്? നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എക്സ്പെൻസിനെയും അതേപോലെ തന്നെ ഇൻകത്തിനെയും സംബന്ധിക്കുന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് വരിക? എക്സാമ്പിൾ സാലറി ഉണ്ട്, റെന്റ് ഉണ്ട്, കമ്മീഷൻ റിസീവ്ഡ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഈ ഒരു അക്കൗണ്ടിൽ വരിക. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് അക്കൗണ്ട്സ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് എന്തായാലും നിർബന്ധമായിട്ടും എല്ലാ ഇൻ്റർവ്യൂവിലും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്തത് എന്താണ് ഗോൾഡൻ റൂള് എന്താണെന്നുള്ളത് നോക്കണം. അപ്പം നമുക്ക് എന്താണ് ഗോൾഡൻ റൂൾ എന്നുള്ളത് നോക്കാം. ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ 3 അക്കൗണ്ടിനെ കുറിച്ചിട്ട് പറഞ്ഞു, പേഴ്സണൽ, റിയൽ, നോമിനൽ. ഈ 3 അക്കൗണ്ടിനും 3 റൂളുകളാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റൂൾ ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണെന്ന് നോക്കാം. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂള് പറയുന്നത് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ ആണ്. അതായത് റിസീവറെ ഡെബിറ്റ് ചെയ്യണം, കൊടുക്കുന്ന ആളെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് തന്നെ പോകണം. അപ്പോൾ ഇതറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. നെക്സ്റ്റ് ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫുൾ ഫോം ഓഫ് BRS, GST, ESI, നെഫ്റ്റ്. ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. BRS എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. GST പറഞ്ഞാൽ എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ESI പറഞ്ഞാൽ എന്താണ്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആണ്. നെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആണ്. ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള അവിടെ 2 നാച്ചുറലായിട്ടുള്ള എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും. ഒന്ന് ക്യാപിറ്റൽ നാച്ചുറൽ ആയിരിക്കും, രണ്ടാമത്തത് എന്താണ്? റവന്യൂ നാച്ചുറൽ ആയിരിക്കും. അപ്പോൾ ഇതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അത് ലോങ് ടേം നാച്ചുറലുള്ള എക്സ്പെൻസുകളാണ്. ഇപ്പോൾ അസറ്റ്സുകളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താണ് ഒരു ലോങ് ടൈം ലാസ്റ്റിംഗ് ആണുള്ളത്.
എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഡെയിലി റണ്ണിങ് എക്സ്പെൻസുകളെ പറയുന്നതാണ് എന്ത്? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സാലറി, റെന്റ് ഇങ്ങനെയുള്ളതിനൊക്കെ, അതായത് ഡെയിലി റണ്ണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്സ്പെൻസുകളാണ്. അടുത്ത ചോദിച്ചേക്കാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്നുള്ളത്? അക്കൗണ്ടിങ് ഇക്വേഷൻ അറിയാതെ ഒരു അക്കൗണ്ടൻ്റായി പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെപ്പോഴും ചോദിച്ചേക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റീസ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ ആസ്തികൾക്ക് എന്താണ് ഈക്വൽ ആയിരിക്കണം? അതിൻ്റെ ബാധ്യതകളും അതേപോലെ തന്നെ അതിൻ്റെ ഇക്വിറ്റീസും. അതായത് ബിസിനസ് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും എന്താണ്? ഒരു ത്രാസാണ്. എപ്പോഴും അതിൻ്റെ രണ്ടും ഈക്വൽ ആയിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആർ ദോസ് എക്സ്പെൻസസ് വിച്ച് ആർ ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. അതായത് കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല, അങ്ങനെയുള്ള എക്സ്പെൻസുകളെ പറയുന്നതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. അതായത് നമുക്കിപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന സമയത്ത് ആ വർഷത്തെ എക്സ്പെൻസുകൾ നമുക്ക് എക്സ്പെൻസുകളായിട്ട് ട്രീറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ മാർച്ചിലെ സാലറി ഏപ്രിലാണ് കൊടുക്കുള്ളൂ. അപ്പോൾ മാർച്ചിലെ സമയത്തോളം അതെന്താണ്? ഒരു എക്സ്പെൻസ് ആണ്, പക്ഷെ കൊടുത്തിട്ടില്ല, അത് അടുത്ത മാസമാണ് കൊടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതിനെ പറയുന്നതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ നോക്കി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേറെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ചെണ്ണം സെലക്ട് ചെയ്തിട്ട് എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.